ഹലോ, ഇന്ന് നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെറുതെ വീട്ടിലിരിക്കല്ല, വെറുതെ വീട്ടിലിരിക്കുന്നത് പറയാം. ഞാൻ വയനാട്ടിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ലീവിനാണ് നാട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ വെറുതെ വീട്ടിലിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ 3-ാം തീയതി തിരിച്ചു പോവും. അപ്പോൾ അമ്മൂമ്മയുടെ കാര്യമായിട്ട് ചോറ് കഴിക്കണം രാവിലെ തന്നെ. ഞങ്ങൾ രാവിലെ ഇവിടെ അങ്ങനെ പലഹാരമൊന്നും അങ്ങനെ അധികം ഉണ്ടാക്കത്തില്ല. ചോറോ അങ്ങനെയൊക്കെ അത് തന്നെ കഴിക്കത്തുള്ളൂ. അപ്പം അമ്മൂമ്മ രാവിലെ ചോറ് കഴിക്കുകയാണ്. ഞാൻ രാവിലെ ചോറ് കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, തുണി കുറേ കഴുകിയിട്ടു. പിന്നെ വലിയമ്മ അതിദൂരമായിട്ട് എന്തോ ജോലി ചെയ്യാൻ വേണ്ടിയുള്ള ബക്കറ്റ് എടുത്തുകൊണ്ട് അങ്ങോട്ടൊക്കെ പോവാണ്. അപ്പോൾ എൻ്റെ തല നിറച്ച് താരനാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ താരം വന്നിട്ട് വേണ്ട മുഖത്ത് മൊത്തവും കുരു വന്ന് സൈഡ് മൊത്തവും ചൊറിച്ചിൽ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനിങ്ങനെ യൂട്യൂബിൽ തന്നെ പിന്നെ ആളുകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, ഉലുവ അരച്ച് തല ഇട്ട് കഴിഞ്ഞാൽ താരം മറന്നു. പിന്നെ ഇത് ഉലുവ അരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് തുളസി ഇലയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തുളസി ഇല നല്ലതാണ്, തലയ്ക്ക് നല്ലതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഞാൻ അതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് തലയൊന്ന് അപ്ലൈ ചെയ്യണം. പിന്നെ കഴുകിക്കളഞ്ഞാൽ താരം കുറേയൊക്കെ മാറുമായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അതൊക്കെ അരച്ചെടുത്തേക്കാണ്. പിന്നെ അമ്മൂമ്മയുടെ ചോറ് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കഞ്ഞിവെള്ളം പുളിക്കുന്നതെന്നൊക്കെ പറയുന്നു എന്തോ. അപ്പോൾ ഇത് ഞാൻ തേക്കട്ടെ, കുറച്ച് തേച്ചിട്ട് ഞാൻ കാണിക്കാവേ. എന്നിട്ട് റിസൾട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുറച്ചായിട്ട് തേച്ച് ഇത്രയൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചു. പിന്നെ എനിക്ക് ആദ്യമേ വീഡിയോ ചെയ്യുമ്പോൾ എനിക്കൊരു എന്താ പറയുക, എന്ത് വിചാരിക്കുക എല്ലാവരും, എങ്ങനെ വീഡിയോ, എനിക്ക് സത്യം പറഞ്ഞ വീഡിയോ എങ്ങനെ ഇടണമെന്ന് ഒരു കുന്തം വരത്തില്ല. ഞാൻ യൂട്യൂബിൽ തന്നെ നോക്കിയിട്ട് എങ്ങനെയാണ് വീഡിയോ ഇടുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് വലുതായിട്ടൊന്നും അറിയത്തില്ല. ഞാൻ വീഡിയോ എടുക്കുന്നു, എനിക്കത് എഡിറ്റ് ചെയ്യാൻ ഒരു കുന്തം അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇത് വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ അങ്ങെടുത്ത് അപ്ലോഡ് ചെയ്യും. അല്ലാതെ എനിക്ക് എഡിറ്റിംഗ് ഒന്നും അറിയാത്തതുകൊണ്ട് അതുപോലെ തന്നെ ചെയ്യാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവർ ചെയ്യുന്ന പോലെ നല്ല വൃത്തിക്ക് കിട്ടണമെന്നില്ല. കാരണം എനിക്ക് അങ്ങനെ അറിയാത്തതുകൊണ്ട് അങ്ങനെ ഇടുന്നു. പിന്നെ എന്താ പറയുകയെന്ന് വെച്ചാൽ, എന്നെപ്പറ്റി പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങളെപ്പറ്റി അറിയണമെന്നുണ്ട്, എല്ലാവരെയും പറ്റി. ഇപ്പം നമ്മൾ യൂട്യൂബ് ഇടുമ്പോഴത്തില്ലേ അവരെ പറ്റി ഒന്നും അറിയത്തില്ല. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്. അപ്പം ഞാൻ എന്നെപ്പറ്റി പറയാം. എങ്ങനെയാണ് ഞാൻ വളർന്നത്, ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു ഒക്കെ ഞാൻ തുടർന്ന് വീഡിയോ ഇടുന്നതായിരിക്കും. കാരണം നമ്മളെപ്പറ്റി നമ്മളൊന്ന് പറഞ്ഞിരിക്കേണ്ടതല്ലേ അവർക്ക് നമ്മളെ ഒന്ന് നല്ലപോലെ അടുത്തെറിഞ്ഞ്. അതുപോലെ എനിക്ക് എല്ലാം നമ്മൾ അറിയത്തില്ലേ, അവർ യൂട്യൂബ് ചെയ്യുന്നുണ്ട്, അവരാണെങ്കിൽ അവരുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയത്തില്ല. എനിക്ക് അതുപോലെ ആവണമെന്ന് ആഗ്രഹമുണ്ട്. തന്നെ എൻ്റെ വീട്ടിൽ നടക്കുന്ന എല്ലാ വിശേഷങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും അതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തപ്പോൾ എനിക്ക് ഷെയർ ചെയ്യാൻ പോലെ വേറെ ആരില്ല. അപ്പോൾ നിങ്ങളോടത് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അമ്മ വന്നിട്ടുണ്ട്. അമ്മ എവിടെ ഇരിക്കാം അമ്മേ. ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ പറയുക. ഇത് അമ്മൂമ്മ. ഒരു ഹായ് കൊടുത്തേ, ഒരു ഹായ് കൊടുക്ക്, ഹായ് കൊടുത്തേ. ഒരു ഹായ് കൊടുത്താൽ മതി, വേറൊന്നും കൊടുക്കണ്ട. ഹായ് കൊടുക്ക്, ഹായ് പറഞ്ഞേ, ഹായ് ഹായ് പറഞ്ഞേ. അമ്മൂമ്മയ്ക്ക് 90 വയസ്സോളം ഉണ്ട്. അപ്പം 90 നമ്മളിപ്പോൾ ഒരു അമ്മ പറഞ്ഞ് ഞാൻ ജനിച്ചത് ഈ വർഷത്തിലാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിങ്ങനെ കണക്കൂട്ടി ഇപ്പോൾ 90 വയസ്സ് വരെ ആക്കി വെച്ചേക്കുന്നത്. അത് നല്ല വയസ്സ് കാണും. കാരണം ഇത്രയും നല്ല പ്രായമുണ്ട്. പക്ഷെ പ്രായം ഉണ്ടെങ്കിലും പുള്ളിക്കാരി ജില്ലെന്ന് കേട്ടോ. ഒരു പണി എടുക്കുന്നതിൽ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാത്തിനും ജില്ലായിട്ട് നിന്നോളൂ അമ്മൂമ്മ. പിന്നെ അങ്ങനെ ഒരു പണി ഇവിടെ ആണെങ്കിൽ പെരക്കകത്തിരിക്കത്തില്ല, ഇങ്ങനെ മുറ്റത്തിറങ്ങി നടക്കുക. അങ്ങനെ നടക്കുന്നു. ഞാനിങ്ങനെ തേക്കുന്നതിനിടയിൽ തന്നെ നിങ്ങളോട് ഓരോന്നും പറയാതെ വെച്ചിട്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിലെ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ എവിടെയാണ് എന്തെടുക്കുകയാണെന്നൊക്കെ പറയണമെന്നുണ്ട്. അപ്പം ഞാൻ പറയാം. ഇതിൻ്റെ പാർട്ട് 2 ഒക്കെ ഇറക്കാം, പാർട്ട് 3 ഒരു സീരിയൽ പോലെ ഇറക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ തലയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തേച്ച് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ. ഓക്കെ, നമുക്കിനി ഒരു പാർട്ട് 2 ഇറക്കിയാൽ ഇതിൻ്റെ അതുവരെ നമുക്ക് ഇത് തേച്ചിട്ട് നമുക്ക് പാർട്ട് 2 ഇറക്കാം. ഓക്കെ, പിന്നെ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. കാരണം എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല യൂട്യൂബിനെ പറ്റിയിട്ട്.
അപ്പോൾ നിങ്ങൾ വേണം, എനിക്കിത് എങ്ങനെയാണ് തുടങ്ങണമെന്നൊന്നും ഒരു പിടുത്തമില്ല. അത് നിങ്ങൾ വേണം എനിക്ക്. ഇപ്പം ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞാലും നിങ്ങളത് തിരുത്തി അങ്ങനെയല്ല, കമൻറ്റ് ബോക്സ് ഉണ്ടല്ലോ, എന്നിട്ട് പറയണം അങ്ങനെയല്ല മോളെ, നിങ്ങളൊരു പെങ്ങളെപ്പോലെ എന്നെ കാണണം. പെങ്ങൾ ഒരു മകളായിട്ട്, ഒരു അനിയത്തിയായിട്ട്, അനിയത്തിയൊക്കെ ഒന്നാണ്, അനിയത്തിയായിട്ട് എല്ലാം കാണണം നിങ്ങൾ തന്നെ. കാരണം എന്നാലല്ലേ നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് ഉൾക്കൊണ്ടത് ശരിയാക്കി, ഇപ്പോൾ തെറ്റെന്തെങ്കിലും പറയുകയാണെങ്കിൽ എനിക്ക് ശരിയാക്കി എടുക്കണം. കാരണം നമുക്കിതിനെപ്പറ്റി ഒരു പിടുത്തമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിന് തല തേച്ചപ്പോൾ എന്തോ ഒരു തലയിൽ കനം പോലിരിക്കുന്നു, എന്തോ വലിയ കനത്തിലിരിക്കുന്നു. ഞാൻ വീട്ടിൽ അധികം നൈറ്റി ഇടാറ്. കാരണം ഞാൻ വയനാട്ടിൽ ഹോസ്റ്റലിലാണ് എൻ്റെ ഡ്രസ്സ് മൊത്തം ഇരിക്കുന്നത്. ഞാൻ അങ്ങനെ അധികം കുറച്ച് തുണികളൊക്കെ കൊണ്ടുവരത്തുള്ളൂ. അപ്പോൾ അധികം തുണി അവിടെ തന്നെയാണ്. അപ്പോൾ എന്താണ്, തുണിയൊക്കെ അവിടെ തന്നെ ആയതുകൊണ്ട് ഞാൻ വീട്ടിലത് നൈറ്റ് മാത്രമേ അങ്ങനെ ഇടാറുള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ പാർട്ട് 2 ഇറക്കാം.